നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ്. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ ഒടുവിൽദാ റിലീസിനെത്തുകയാണ്. ചിത്രം തിയേറ്ററിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ രാവിലെ 6 മണിക്കാണ് ആദ്യ ഷോ. ലൂസിഫറിന്റെ 3-ാം ഭാഗം ഉണ്ടാകുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം, ഈ കഥ 3 സിനിമകളായിട്ടാണ് വരുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു കഥയുടെ രൂപമുണ്ട്, അതിനെല്ലാം അവർ തയ്യാറാണ്. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ സീക്വൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം, പക്ഷേ സീക്വലുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ 3 സിനിമ ചെയ്യും. എങ്ങനെ? ഇതിൻ്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ. അങ്ങനെ ലൂസിഫറിൻ്റെ 50-ാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എമ്പുരാൻ. അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം നമ്മൾ പറയുന്നു എമ്പുരാൻ്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു 3rd പാർട്ടുണ്ട്. അത് എമ്പുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും. കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ്. ഫാൻസിനെല്ലാം ഉറക്കമില്ലാത്ത മണിക്കൂറുകളാണ് ഇനി. എന്തായാലും അഞ്ജലി ശ്രീജരാജ് ഫാൻസിനൊപ്പം ചേരുന്നുണ്ട്. കാണാം. ആഗോള മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് എമ്പുരാന്റെ റിലീസിനായി. ഇവിടെ കവിതാ തിയേറ്ററിലും ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ വൈകുന്നേരം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവസാന DJ പരിപാടികളും കഴിഞ്ഞ് നാളെ രാവിലെ 6 മണിക്ക് തിയേറ്റർ എമ്പുരാൻ കണ്ട് ഉണരാനായി കാത്തിരിക്കുകയാണ്. ഇവിടെ കൂറ്റൻ കട്ടൗട്ടും മോഹൻലാലിന്റെ കൂറ്റൻ കട്ടൗട്ടാണ് ഇവിടെ മോഹൻലാൽ ഫാൻസ് ഒരുക്കിയിട്ടുള്ളത്. വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നത്. കാരണം നമ്മുടെ അത്രയും വലിയൊരു വരവേൽപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വൈകുന്നേരം 6 മണി മുതൽ ഇത്രയും നേരം ഒരു 10:30 മണി വരെ ഭയങ്കര DJ പ്രോഗ്രാമും ബാക്കിയുള്ള പരിപാടിയായിട്ട് നമ്മുടെ ഫാൻസുകാരെല്ലാവരും ഒരു ആവേശത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നാളെ രാവിലെയും തുടർന്ന് ഇതേപോലെ തന്നെ ഒരു പരിപാടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിനിമയും ഗംഭീര ഹിറ്റായിരിക്കും, അത് യാതൊരു സംശയവും വേണ്ട. ഈ തിയേറ്റർ മാത്രമല്ല, ഓൾറെഡി എറണാകുളത്തുള്ള എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ്. 6:30 ഷോ എല്ലാം. എറണാകുളം സംബന്ധിച്ചുള്ള 44 ഫാൻ ഷോസ് നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. 44 ഫാൻ ഷോസ്. തിയേറ്ററിൽ 6 മണിക്ക് റിലീസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ്? രാവിലെ DJ ഉണ്ട്. ഇപ്പോ അത് കഴിഞ്ഞിട്ട് എല്ലാരും കൂടി ഫാൻ ഷോയ്ക്ക് കയറുന്നു. ഞങ്ങൾ ലാലേട്ടനെ ഇങ്ങനെ കാണുന്നു, പൊളിക്കുന്നു. ഞങ്ങള് മലയാളക്കാരെ മൊത്തമായിട്ട് കാത്തിരിക്കുകയാണ്. കൂടെ ഞങ്ങൾ ഫാൻസും അതിലേറെ ഇതായിട്ട് കാത്തിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററാണ് കവിത. ആ തിയേറ്ററിൽ 1200 പേരുടെ കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ ഷോ കാണുന്നത്. അതിൻ്റെ ഒരു ആരവം വേറെയാണ്. അത് വേറെ ഏത് തിയേറ്ററിൽ കണ്ടാലും കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് ഈ കവിതാ തിയേറ്ററിൽ മാത്രമേ കിട്ടുള്ളൂ. ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.